ആരുടെ ഇവിടെ ചിള്ളിച്ചെടുക്കാണ്ട് കീഞ്ഞിച്ചെടുക്കടാ എടുക്കണ നോക്കിക്കണ്ട്. അതിൽ ആരും വീണയൊന്നുമില്ല. ഇത് ഞാൻ ചൂണ്ടിടാൻ വേണ്ടി പായല് മാറുന്നതാണ്. എനിക്ക് വേറെ ഒന്നുമില്ല. ചൂണ്ടെടുത്താ വെള്ളത്തിൽ തുള്ളറോ എത്ര മീനെ കിട്ടും? ഇനി ഇത് ഇറക്കി കൊണ്ടിരിക്കണ. അല്ല ഉണ്ണിയേട്ടാ, ഉണ്ണിയന്റെ അച്ഛൻ ക്വാറന്റൈനിലാണെന്ന് കേട്ടല്ല. അതടാ, അതന്നെ ആകെ ഒരു വിഷമം. ഈ ഭൂമിയിൽ ഇപ്പൊ ഇല്ല, ആകെ ഇല്ല വിഷമം അച്ഛൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ്. എടാ, അച്ഛന് മോനായിട്ട് ഞാനേ ഇല്ലു. അല്ല പറഞ്ഞ കാര്യമില്ല, ഈ അച്ഛന് എനിക്ക് ഒരൊറ്റ അച്ഛനേ ഇല്ലു. പിന്നെ പറഞ്ഞ എന്ന് പിടിച്ച് തടിക്ക് പിടിക്കണ്ട. കാണുന്നില്ല, എല്ലും കൊട്ടു പോലെ കാണുന്നില്ലേ? ഭയങ്കര വിഷമം കിട്ടറാ. അല്ല, അപ്പം ക്വാറന്റൈൻ നിൽക്കുന്ന അച്ഛനെ നോക്കാൻ വേണ്ടിട്ട് ഉണ്ണിയേട്ടൻ പോകും. എടാ, നീ എല്ലാം ഏടുന്നറാ വരുന്നത്. ക്വാറന്റൈനൊക്കെ ഞാൻ പോകാൻ എന്തിനാ ആ സൂക്കടെ ഇറക്കി പിടിക്കാൻ വേണ്ടിയിട്ടാ? മോശമില്ല ഇവൻ. അല്ല, അപ്പം അച്ഛൻ എങ്ങനെ ഫുഡും കാര്യങ്ങളും ബാക്കി? എടാ, ഇപ്പം അത് ഭക്ഷണത്തിന്റെ കാര്യം ഒന്നും പേടിക്കാനില്ല. വീട്ടിൽ എല്ലാ സർവത്ര സാധനവും കിറ്റ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ, അതിലെല്ലാം ഉണ്ടായിരിക്കും. പഞ്ചസാര, ചായപ്പൊടി, പറങ്കി, കൊത്തമ്പാരി, എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നോക്കിയിട്ട് നമുക്ക് സ്വന്തം ഉണ്ടാക്കാം. ടാപ്പുണ്ട്, വെള്ളമുണ്ട്, സ്റ്റൗ ഉണ്ട്, ഗ്യാസ് ഉണ്ട്, എല്ലാം ഉണ്ടാക്കി കഴിക്കാലോ. അതിന് നമ്മൾ ആവശ്യമില്ല, അച്ഛൻ ഒറ്റക്ക് മതി. അതെങ്ങനെ ശരിയോ? ക്വാറന്റൈൻ നിൽക്കുന്ന ഒരാളല്ലേ? അല്ല, ചേട്ടന് പേടിയാണെങ്കിൽ കുഴപ്പമില്ല, ചേട്ടൻ്റെ അമ്മേനെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടൂടെ? എടാ, എന്റെ അമ്മ വീട്ടിൽ നിന്ന് ഭക്ഷണം ആക്കി അച്ഛന് കൊണ്ട് കൊടുക്കാനാ. ക്വാറന്റൈനിൽ ഇല്ല അച്ഛന്. തിരിച്ച് എന്റെ വീട്ടിലേക്കല്ലേ വരേണ്ടത്. അതിനിപ്പോ എന്ത്? പിന്നെ എന്റെ ഭാര്യക്കാവും. ഈ അമ്മയും ഭാര്യ എത്തിട്ട് എപ്പോഴും ചറവറാ വർത്താനം പറയും. തുപ്പൽ അങ്ങോട്ട് ധരിക്കും. അപ്പൊ ഭാര്യക്ക് വരും, ഭാര്യക്കൊന്ന മക്കൾക്ക് വരും, മക്കൾക്ക് വന്നാൽ എനക്ക് വരും, എനക്കൊന്ന് അപ്പുറത്തെ വീട്ടിലെ സരളക്കും വരും. അടാ സരളടാ, അപ്പുറത്തെ വീട്ടിലൊരു കുഞ്ഞി പൂച്ചയുണ്ട്. ആ പൂച്ചക്ക് വന്ന സർവത്ര നാട്ടുകാർക്ക് വരും. കാരണം ഈ മീനില്ലടത്തല്ലേ ഇത് പോവും. അല്ല, ഈ പൂച്ചക്കൊക്കെ വരും? പൂച്ചക്ക് വരില്ലേ? വരും. എലിക്ക് വരില്ലേ? ഇല്ലേ, വരും. അങ്ങനെ വരും 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 വരും. ഒറ്റ മിനിറ്റടാ. ഒരാവശ്യത്തിന് എന്തെങ്കിലും വർത്താനം പറയുമ്പോൾ ഫോൺ വിളിക്കും അച്ഛൻ. ഹലോ, ഹലോ ഹലോ ഹലോ. കേൾക്കുന്നില്ല അച്ഛാ, കേൾക്കുന്നില്ല. എങ്ങനെ കേൾക്കൂല? ഞാനേ 1-2 മണിക്കൂറുടെ ഒരു കുന്നിന്റെ മീറ്റേറ്റം കയറിയിട്ട് വിളിക്കാം. കേൾക്കൂല, ഇവിടുന്ന് റേഞ്ച് ഇല്ല അച്ഛാ. എനക്ക് തോന്നുന്നു അച്ഛന് റേഞ്ച് ഇല്ലാന്ന്. ആടെയും റേഞ്ചില്ല, ഇടിയും റേഞ്ച് ഇല്ല. രണ്ടിക്ക് റേഞ്ച് ഇല്ലാക്കുമ്പോൾ നമുക്കെന്ത് വർത്താനം പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾ എന്ത് പറഞ്ഞാൽ എനിക്ക് കാര്യമില്ല, എനിക്ക് കിട്ടുന്നില്ല. ഇല്ല ഇല്ല, എനിക്ക് കേൾക്കുന്നില്ല. ശരി, ഇതെന്നെ പ്രശ്നം. വിളിച്ചു കൊടുക്കാൻ ആവശ്യമുണ്ടാവില്ല. എന്താ ആവശ്യം? ഉണ്ണിയേട്ടാ, എന്തെങ്കിലും ആവശ്യമായിരിക്കും, ഒന്ന് ചെന്ന് നോക്ക്. അതെയാ? അപ്പൊ നീ ഇവിടെ വെറുതെ ഒക്കെ അല്ലേ? ഞാൻ ഇത് വൃത്തിയായിക്കൊണ്ടിരിക്കും. അപ്പോ നീ പോയിട്ട് നോക്ക്. ഞാൻ എന്ത് നോക്കണം? എന്റെ അച്ഛനല്ലല്ലോ, ഉണ്ണിയേട്ടൻ്റെ അച്ഛനല്ലേ, നോക്കിയാൽ മതി. മോശമില്ല ഇവൻ. നീ ഇത് ചിള്ളിക്കൊണ്ടും വാതിക്കൊണ്ടല്ലോ ഇവിടെ നിൽക്ക്. എല്ലാം എന്തൊക്കെ ചെയ്യും. നിങ്ങളിങ്ങനെ ആലോചിച്ചിരിക്കാണ്ട് ഒരു അഭിപ്രായം പറയണ്ടേ മെമ്പറെ? അല്ലാന്ന് ഇതിലിപ്പോ ഞാൻ എന്താ അഭിപ്രായം പറയണ്ടത്? നിങ്ങളല്ലാണ്ട് പിന്നെ ആരെയും അഭിപ്രായം പറയാ? നമ്മളെ വാർഡില് ക്വാറന്റൈനിൽ കിടക്കുന്ന 2 ആൾക്കാർ, ഇവരെ 2 ആളെ നാട്ടി ഓടിക്കണമെന്നാണ് ഇപ്പൊ ഇവര് പറയണത്. അത് മാണോ മാണ്ടിയോ? അതൊന്നും നടക്കില്ല. അവര് നമ്മുടെ നാട്ടുകാരല്ലേ. അത്രേ ഉള്ളൂ. മെമ്പർ ചില സമയം വിവരമില്ലാതെ മൊയ്ത് സംസാരിക്കുമ്പോൾ സംസാരിക്കില്ല. ശരി, ഉള്ള കാര്യം പറയുമ്പോ ഇവരെ കിടന്ന പറയാൻ